പുതിയ ലുക്ക്, പുതിയ ഫീച്ചേഴ്സ്, കൂടുതൽ മൈലേജ് അഥവാ കൂടുതൽ റേഞ്ച്, അതാണ് നമുക്ക് BE6 ഇന്നിവിടെ തരുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പിക് പ്ലാൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബ്രാൻഡ് ന്യൂ BE6. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature. Anxiety filling up every space, no privacy, and silently it could build and build until you finally see. ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പുതിയ പുതിയ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സും കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ റേഞ്ചും തരുന്ന ഒരു ബ്രാൻഡ് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുന്നത്, ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് BE6 ആണ്. മഹേന്ദ്രയുടെ തന്നെ BE6 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ യാതൊരു കമ്പനിക്കും കൊടുക്കാൻ പറ്റാത്ത ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ കുത്തി നിറച്ചിരിക്കുന്നത്. അതായത് സാധാരണക്കാരന് ഒരു ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ മേടിക്കാൻ പറ്റുന്ന വണ്ടിയുടെ അതേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രൈസിങ്ങിനോടൊപ്പം തന്നെ അവർ റേഞ്ചിലും അവർ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് റിവ്യൂസിന് നോക്കുകയാണെങ്കിൽ ഏകദേശം 500+ റേഞ്ച് അവർക്ക് കിട്ടുന്നുണ്ട്. കമ്പനി ഒരു 600 സംതിങ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നതെങ്കിലും ഒരു അപ്രോക്സിമേറ്റ് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് റഷായിട്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 500+ നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ് BE6 എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. BE6ന്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നേരത്തെ മറ്റു വണ്ടികളുടെ സിമിലാരിറ്റീസ് വരാറുണ്ടായിരുന്നു. ഒരു പെട്രോൾ ഡീസൽ വണ്ടിയുടെ ഒരു ഷെല്ല് യൂസ് ചെയ്ത് മോട്ടറിലോട്ട് കൺവേർട്ട് ചെയ്താണ് അവർ വണ്ടികൾ ഇറക്കാറുണ്ടെങ്കിൽ BE6ന്റെ പ്രത്യേകത, മഹേന്ദ്രയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു ബോൺ ഇലക്ട്രിക് എന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഡിസൈൻ ഇലക്ട്രിക് വണ്ടിക്ക് മാത്രമാണ് അവർ പുതിയ ലുക്ക്. അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ ലുക്കിൽ തന്നെ ഒരു മാസീവായിട്ടൊരു ചേഞ്ചാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് വണ്ടിക്കും ഈ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റ്സ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ലുക്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു മാസീവ് മസ്കുലർ ലുക്കിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നാണ് ഈ ഒരു ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പ്. ഒരു C ടൈപ്പിലാണ് ആ ഒരു ഡേ ലൈറ്റ് റണ്ണിങ് ലാമ്പ് വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു ടയേഴ്സാണ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 360 ക്യാമറാസ് വരുന്നുണ്ട്. ADAS ലെവൽ 2 കൂടിയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ CBC മഹേന്ദ്ര എന്ന ആ ഒരു ബാഡ്ജിങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മഹേന്ദ്ര നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിഞ്ഞുകൊടുത്ത വ്യക്തിയെ സംബന്ധിച്ച് ഏത് വണ്ടിയാണ്, ഏത് ബ്രാൻഡിലെ വണ്ടിയാണെന്ന് ഒരു 4-5 തവണ ഒന്ന് കറങ്ങി നോക്കേണ്ട ഒരു രീതിയിലോട്ട് മാറും. ഇതാണ് വണ്ടിയുടെ ടയേഴ്സ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും രീതിയിലുള്ള വലിയ സൈസുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇലക്ട്രിക് വണ്ടികളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലായ്മയാണ്. കാരണം വേറെ ഒന്നുമല്ല, എല്ലാ വണ്ടിയുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വരുന്ന ബാറ്ററി പാക്കാണ്. പക്ഷെ ഈ വണ്ടിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം വലിയ വീൽ സൈസ് ആയതുകൊണ്ട് ഏത് മലയും കുന്നും സുഖമായിട്ട് കയറാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു റൂഫിൽ തന്നെ ഒരു പ്രത്യേക മോഡലിന്റെ ഡിസൈനിലാണ് ഇതും പോയിരിക്കുന്നത്. ഇതിന്റെ പുറകിലോട്ട് വരുന്ന സമയത്ത് വലിയ രീതിയിൽ ബൂട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ 2 സ്പൂലേഴ്സാണ് നമുക്ക് വരുന്നത്, ഒന്ന് മുകളിലും ഒന്ന് താഴെ. ഇനി ഇതിന്റെ അകത്തോട്ട് നോക്കണം. സോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഒരു ഡിക്കി സ്പേസ് ആണ്. ഡിക്കി സ്പേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ വലിയ രീതിയിൽ ബോക്സ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എടുത്ത് വെക്കേണ്ട രീതിയിലോട്ട് പോകുന്നുണ്ട്. സ്പെയർ വീൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ സൈസാണ്. ജസ്റ്റ് നമ്മളത് നോർമൽ റൈഡിന് വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. എമർജൻസി ഘട്ടങ്ങൾക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. പിന്നെ ചാർജേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഹൂക്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ്ങിനുള്ള സോക്കറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് സീറ്റ്സ് യൂസ് ചെയ്ത് ബൂട്ട് സ്പേസിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ സൈസ് കൂട്ടാനുള്ളതാണ്. നമ്മുടെ ട്രേ ടേബിള് താഴ്ത്തിരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ബാക്ക് വശത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അതിലെ ബൂട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അഥവാ നമുക്ക് ഇനി താഴ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് അത് അടഞ്ഞോളും.
ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല രീതിക്ക് പവർ പാക്കറ്റുള്ളൊരു വണ്ടിയാണ് ഈ മഹേന്ദ്രയുടെ B6 എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാത്രമേ ഡോർ ഓപ്പണിങ് വരുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടുത്തെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. അകത്തോട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പേസിങ് വരുന്നത്, ബാക്ക് സീറ്റിൻ്റെ സ്പേസിങ് വരുന്നത്. B6ന്റെ ഉള്ളിൽ ഞാൻ കയറാണ്ട് പോവുകയാണ്. ഇത് ഫുള്ളി ഇലക്ട്രോണിക് ആണ് സീറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ മാക്സിമം ഫുള്ളി പുറത്തോട്ടാണ്, ഞാൻ ബാക്കിലോട്ടാണ് പുഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ കയറാനായിട്ട് സാധിക്കുന്നത്. ഡോറ് അടയ്ക്കുന്ന ഒരു പ്രത്യേകതപരമായ രീതിയാണ് ഈ ഒരു ടാഗ്. ഈ ടാഗ് വലിച്ചാണ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലോസ് ചെയ്യുന്നതും ഇടി പിടിച്ച് തന്നെയാണ് ഞാൻ ക്ലോസ് ചെയ്തത്. വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമുക്ക് പിടിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോക്കറ്റിന്റെ അകത്ത് ഇരിക്കുന്ന രീതിയിലുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. അതിന് ഏറ്റവും പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി കവേർഡ് ആണ്. ഈ 4 സൈഡും ഫുള്ളി കവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 360 അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. ലൈൻ അസിസ്റ്റും ലൈൻ ഇഡിപ്പാസറും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടു കാണും. പക്ഷെ ഇതെൻ്റെ ഒരു യൂസർ റിവ്യൂ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ച് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അതിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാനിത് പറയാൻ പോകുന്നത്. വണ്ടിയുടെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ്, ആ മാസി ലുക്കുള്ള ബോണറ്റ് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ഒരു ക്ലിയർ റോഡ് അല്ലെങ്കിൽ ക്ലിയർ ബീച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരു രീതിയിലെ ഡിസ്റ്റർബൻസ് നമുക്ക് അത് തരുന്നില്ല. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എല്ലാം ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷൂട്ടിംഗ് സെന്ററിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റിയറിങ്സ് എല്ലാം വരുന്നത്. ഇതെല്ലാം നമ്മുടെ റേഞ്ചും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ എവരിഡേ വരുന്നുണ്ട്, ഡെയിലി ഡ്രൈവ്, പിന്നെ സ്പോർട്ട്. ഈ രീതിയിലാണ് നമുക്ക് മോഡ്സ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതാണ് ഡ്രൈവ് മോഡ്സിൽ ഡിഫോൾട്ട് കിടപ്പുണ്ട്. ഡിഫോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡീറ്റെയിൽസ്, ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ളി ഈ ഒരു നോബിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മോഡ്സിൽ തന്നെ ഡിഫോൾട്ടിൽ തന്നെ കിടക്കുകയാണ്. ഡിഫോൾട്ട് കഴിഞ്ഞാൽ റേഞ്ച് കഴിഞ്ഞാൽ എവരിഡേ കഴിഞ്ഞാൽ റേസിലാണ് ഏറ്റവും കൂടുതൽ പവർ ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ എവരിഡേയിൽ നമുക്ക് ഡെയിലി യൂസേജിന് വരുന്ന രീതിയാണ്. പിന്നെ വരുന്നത് റേഞ്ചാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിലോമീറ്റേഴ്സ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ 3 മോഡ്സാണ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു ബൂസ്റ്റർ ബട്ടൺ വരുന്നുണ്ട്. ബൂസ്റ്റർ ബട്ടണിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സഡനായിട്ട് ഒരു വണ്ടി ഓവർടേക്കുന്ന സമയത്ത് നമുക്കൊരു പവർ ഡൗൺ ആവുന്നൊരു ഫീല് വരാറുണ്ടല്ലോ ചില സമയങ്ങളിൽ, ചില വണ്ടികൾക്ക്. പക്ഷേ ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാല് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് വണ്ടി ടക്കെന്ന് പറഞ്ഞാൽ കയറി പോകും. അതായത് ഫുൾ എനർജിയും ഫുൾ പവറും ഈ ഒരു വണ്ടിക്ക് കിട്ടി നമുക്ക് പെട്ടെന്ന് തന്നെ മോഡ് ചേഞ്ച് ചെയ്യാതെ തന്നെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. ആ വണ്ടിയെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹൈ എൻഡ് വെഹിക്കിൾസിൽ മാത്രമാണ് ഞാൻ ഫീച്ചേഴ്സ് കണ്ടിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ ലോ എൻഡ് വണ്ടീസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണെന്ന് വെച്ച് കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഏത് വണ്ടിയാണെന്ന് ഇവിടുന്ന് വയർലെസ് ചാർജിങ് നമുക്ക് ഈ വണ്ടിയിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. വയർലെസ് ചാർജിങ് ഇപ്പോൾ ഓൺ ആയിരിക്കുകയാണ്. ഗ്ലൗ ബോക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ രീതിയിലും സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലൗ ബോക്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കീയൊക്കെ നമുക്ക് യൂഷ്വലി നമ്മൾ കൊണ്ടു നടക്കുന്ന സമയത്ത് നമുക്ക് എവിടെ വെക്കണം, എവിടെയെങ്കിലൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിനെല്ലാം സൊല്യൂഷനായിട്ട് B6 വന്നിട്ടുള്ളത് ഈ ഒരു ഡെഡിക്കേറ്റഡ് കീ സ്പേസ് ആണ്. ഇതെല്ലാം ടച്ചും കൂടിയാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ്. മാഗ്നറ്റിക് പവർ ഉള്ളതാണ്. അത്യാവശ്യം വണ്ടി നല്ല സ്പീഡിന് പോയാലും അത് അനങ്ങി ചാടി പോയൊന്നും ചെയ്യുന്നില്ല. ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ സ്വിച്ചസ് ആണ്. ഇത് ഒരു കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ലെതേഴ്സും കാര്യങ്ങളെല്ലാം അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫീൽ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള
സ്വിച്ചസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ടച്ച് അപ്പ് അല്ല വരുന്നത്, ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. നല്ല രീതിയിൽ പ്ലേസ്മെന്റ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു AC വെന്റ്സും കാര്യങ്ങളും തന്നെയാണ്. നമ്മൾ ഫുള്ളി കവറായിരിക്കും, നമ്മൾ വെന്റിലേഷൻ എല്ലാം പ്രോപ്പർലി നമുക്ക് കറക്റ്റ് കിട്ടുന്ന രീതിക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്റീരിയറിൽ വരുന്ന ഒരു രസം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോണ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വലിയ സൺറൂഫിനെ കുറിച്ചാണ്. നമ്മുടെ V6 വരുന്ന ഏറ്റവും വലിയ സൺറൂഫാണ്. പിന്നിലിരിക്കുന്ന ആൾക്കാർക്ക് പോലും നല്ല രീതിക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സൺറൂഫാണ് നമുക്കിവിടെ കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ സൺറൂഫിനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഈ ഇന്ത്യൻ ക്ലൈമറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഗ്ലാസ് ഓപ്പണിങ് ആരും ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ വൈറ്റ് ട്രാൻസ്പാരന്റ് ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചൂടൊന്നും അകത്തേക്ക് വരാത്ത രീതിയിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം പ്രീമിയം സ്വിച്ചസിനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെല്ലാം മുകളിലാണ്. മുകളിലും ഇതുപോലെ തന്നെ ഹസാഡ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ സ്വിച്ച് അടക്കം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 360 ക്യാമറാസ് എല്ലാം ഓപ്പൺ ആയി വരികയാണ് ചെയ്യുന്നത്. എന്തല്ലേ. പിന്നെ പാർക്കിംഗ് സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, പാർക്കിംഗ് ഇൻ ഔട്ട് വെർച്വൽ 360 അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. SOSന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് മുകളിൽ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു വണ്ടിക്ക് 360 വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 ആണ് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് 360 ക്യാമറാസ് ഓപ്പൺ ആവുന്നത്. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിയർ വ്യൂ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം ഫുള്ളി സ്വിച്ചിലാണ് എല്ലാം കൺട്രോളിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചിന്റെ എണ്ണം വളരെ കുറവാണ്. ഈ പറഞ്ഞ കണക്ക് ഈ ടോഗിൾ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മൈ വെഹിക്കിൾസിലും എല്ലാ രീതിയിലും നമുക്ക് ഫുള്ളി മിനിമലിസ്റ്റിക് ആയിട്ട് ഈ ഒരു സ്വിച്ചും ഈ ടോഗിളും യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ അടക്കം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീറ്റ് വെന്റിലേഷനിൽ നമുക്കിവിടെ സ്വിച്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സീറ്റ് വെന്റിലേഷൻ ഓൺ ആയിരിക്കുകയാണ്. അപ്പോൾ ലെവൽ 2 അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ മിനിമലിസ്റ്റിക് ആയിട്ട് സ്വിച്ചിന്റെ എണ്ണം കുറച്ച് എല്ലാം ഒറ്റ ഒരു ടോഗിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷനിലാണ് അവിടെ നിന്നാണ് സൂര്യൻ വരുന്നത്. ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത് എല്ലാ സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലിയർ വിഷ്വലാണ് നമുക്കിവിടെ കിട്ടുന്നത്. 360 ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 3D നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി റെക്കോർഡ് ചെയ്യാനും ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനും നമുക്കിവിടെ പറ്റുന്നുണ്ട്. ഇനി എന്തായാലും വണ്ടിയുടെ പുറകിലോട്ട് പോയിരുന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ ഒരു ബാക്കിലത്തെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത്, സീറ്റിംഗ് എങ്ങനെയാണ് വരുന്നത്, പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും വരുന്നുണ്ട്, ലംബർ സപ്പോർട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കംഫോർട്ടായിട്ട് ലോങ് ഡ്രൈവ്സ് എങ്ങനെ പോലും 500 കിലോമീറ്റർ കുട്ടുപോലെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലെ സീറ്റിംഗ്സ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ പുറകുവശത്ത് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ കയറാനായിട്ട് സാധിക്കൂ. ഇതില് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും അല്ല, പ്രായമുള്ള ആൾക്കാർ ഈ ഒരു വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം കുറച്ച് ഹൈറ്റ് ഉണ്ട്. കാരണം ഈ ഒരു കുപ്പേ ഡിസൈൻ പോലെ വന്നതുകൊണ്ട് അകത്തോട്ട് കയറുന്നത് കുറച്ച് ചാടി വലിഞ്ഞ് കയറേണ്ട ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന ഈ ഒരു രീതിയിലാണ് നമ്മുടെ സീറ്റിംഗ് എല്ലാം വരുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈ സപ്പോർട്ട് കുറവ്. നമ്മളിങ്ങനെ കാല് ഫുള്ളി ഒക്കെ ചെയ്യുന്ന സമയത്ത് തൈ സപ്പോർട്ടിന്റെ കുറവ് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. കാല് ഫുള്ളി ഫ്ലെക്ട് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സീറ്റ് ഫുള്ളി ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ്, ഇത് ഫുള്ളി ബാക്കിലോട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളതിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്തായിരിക്കും വരുന്നത്. അപ്പോൾ ഫുള്ളി ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, ഫുള്ള് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കാല് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സീറ്റ് ചെയ്യുന്നത്. പക്ഷെ ലോങ് ഡ്രൈവ് ബാക്കിൽ ഇരുന്ന് പോണ സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും എന്നാണ് എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരെ മാറിക്കൊണ്ടുവന്നിരിക്കും. പിന്നെ ബാക്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്വിച്ചസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സെയിം രീതിയിലെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള നമുക്ക് സ്ക്രീൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, വലിയ രീതിയിലുള്ള വിൻഡോസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലോങ് ഡ്രൈവ്സ് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഒരു കാര്യം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ
ബാക്കിയെല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ആ സൺറൂഫിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വലിയ രീതിയിലുള്ള സൺറൂഫാണ് വരുന്നത്. പുറകിലിരിക്കുന്ന ആൾക്കാർക്കും ഈ പുറത്തെ കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. മുകളിലെ കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം നമുക്ക് ഇന്റീരിയർ ലൈറ്റ്സ് പോകുന്നുണ്ട്, ആംബിയൻ ലൈറ്റ്സ് എല്ലാം പോകുന്നുണ്ട്. 16 സ്പീക്കേഴ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും സ്പീക്കേഴ്സ് ആണ്. നല്ല രീതിക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ കിട്ടില്ല ഓപ്ഷനാണ്. ഫുള്ളി സൗണ്ട് ഇട്ട് നല്ല സുഖമായിട്ട് കാമാൻ കോയിട്ടിൽ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ്സ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് അനോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ AC വെന്റ് ആണ്. ഒരു പുതിയൊരു ഡിസൈൻ ആണ്, പക്ഷേ ഇതിലും കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഈ വെന്റ്സ് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഈ ഒരു പുതിയ യൂണിക് ഡിസൈൻ ആണ്, പക്ഷേ ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പാടും. നമുക്കിവിടെ AC അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ ടോഗിൾ യൂസ് ചെയ്ത്, വേറെ ഒന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെയും ചെറിയ രീതിയിൽ ഒരു ഫോൺ ഹോൾഡർ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോൺസ് യൂസ് ചെയ്യാം. പിന്നെ പേപ്പേഴ്സ് വെക്കാനുള്ള ചെറിയ സ്പേസസ് വരുന്നുണ്ട്, അതും ജസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് ടൈറ്റൻ ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്. ഈ ഇവിടെ സ്വാഭാവികമായിട്ട് ചാർജർ വന്ന സമയത്ത് നമ്മൾ നോക്കും ഇവിടെയൊക്കെ ചാർജിങ് പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ വിചാരിക്കും. പക്ഷെ ചാർജിങ് സ്പോട്ട് നമുക്ക് വരുന്നില്ല, പോർട്ടുകൾ വരുന്നില്ല. ചാർജിങ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റിന്റെ ഈ സൈഡിലാണ് വരുന്നത്. ഒന്ന് ഇവിടെയും ഒന്ന് ഈ സീറ്റിലുമാണ്. ഇതിലെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജർ കുത്തിയിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്തില്ല. പക്ഷേ ഇവിടെ ചാർജ് ഇടുന്ന സമയത്ത് കുറച്ച് അനോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഫീൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും പറയാനില്ല. ഒരു ഫുള്ളി ഒരു വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ഡിസൈനിൽ കൊണ്ടുവന്ന വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ ഫുള്ളി കണ്ണും പൂട്ടി പറയാനായിട്ട് സാധിക്കും ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ വേറെ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അപ്പുറം സൈഡിലോട്ടൊന്നും പോയി നോക്കാം. ഇതിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇത്രയും രീതിയിൽ കാല് പൊക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കയറി ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ തല ഇവിടെ ഇടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം സ്ലോപ്പ് വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഒന്ന് തലയൊന്ന് താഴ്ത്തി മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിൽ ഈ രീതിയിൽ ഇരിക്കും. പക്ഷെ ഇത് ഫുള്ളി ബാക്കിലോട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നാലും എന്നെ പോലത്തെ ഒരാൾക്ക് കുഴപ്പമില്ലാതിരിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു തൈ സപ്പോർട്ട് നമ്മൾ വലിയ രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലോങ് ഡ്രൈവ് ബാക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച്. പിന്നെ സെയിം നമുക്കിവിടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വൈറ്റ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്. എനിക്ക് മറ്റേ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് അഴുക്കാവത്തില്ല. അത് നമുക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ ക്ലോസിംഗ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഈ സൈഡിലെല്ലാം ഹാർമന്റെ സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫുള്ളി 16 സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ട്യൂട്ടേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള വണ്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത്. ബാക്കിൽ നമുക്ക് വെന്റിലേറ്റ് സീറ്റ്സ് അല്ല വരുന്നത്, നോർമൽ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെതേഴ്സും കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ ആയതുകൊണ്ട് കളറ് ഫെയ്ഡ് ആവുന്ന ഒരു പ്രോബ്ലം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്റ്റെയിനും കറേഴ്സൊന്നും പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് നമ്മുടെ സീറ്റിംഗ്സ് എല്ലാം ഈ ഒരു ഏലിയൻ ലുക്കിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഏലിയൻ ലുക്കിലാണ് ഇതിന്റെ സീറ്റ്സ് എല്ലാം വരുന്നത്. ഈ സൈഡിൽ വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പവർ സ്വിച്ചസ് യൂസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാനുവലി മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഫുള്ളി ലോക്ക്ഡ് ആവുന്നത് സീറ്റ്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയും വെൻസ് ഈ ഒരു രീതിയിൽ കറക്റ്റ് നമുക്ക് മാത്രം കിട്ടുന്ന രീതിയിലാണ് AC വെൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, വയർലെസ് ചാർജിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഴപ്പം വരില്ല. പക്ഷേ വയേർഡ് ചാർജിങ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു സൈഡിലായിട്ടാണ് അതിന്റെ നോബ്സ് വരുന്നത്. കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് ആ ഒരു രീതിയിലാണ് വരുന്നത്. അതിങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഗ്ലൗ ബോക്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഗ്ലൗ ബോക്സ് വരുന്നത്. അത്യാവശ്യം വലിയ രീതിയിലെ സാധനങ്ങളെല്ലാം ഇതിൽ കൊള്ളുന്ന രീതിയിലാണ് ഗ്ലൗ ബോക്സ് അടക്കം വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് 2 ബാറ്ററി പാക്സ് ആണ് വരുന്നത്. ഒന്ന് ഏകദേശം 600 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത്, ഒന്ന് 400 500 റേഞ്ച് കിട്ടുന്ന ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിലെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ച് നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ച് തന്നെ ഈ ഒരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് നല്ല രീതിയിലുള്ള റേഞ്ച് ക്ലെയിം ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സീറ്റിംഗ് എല്ലാം വരുന്നത്. പിന്നെ
കുറച്ച് അനോയിങ് ആയിട്ടുള്ളത് ഈ ഒരു പോർഷൻ തന്നെയാണ്, ഒന്ന് എത്തി വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. പക്ഷെ ഇതിനൊരു യൂസ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു സീറ്റ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പിടിച്ച് വന്ന് സീറ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ ബാക്കിൽ ഇരുന്ന സമയത്ത് ഞാൻ ചാർജിന്റെ കാര്യം പറഞ്ഞു. ആ സെയിം ഈ ചാർജർ യൂസ് ചെയ്ത് നമ്മുടെ ഈ ഫോൺ ഇവിടെ മിറർ ചെയ്ത് നമുക്ക് ഇവിടെ മ്യൂസിക്സ് ബാക്ക് ചെയ്തൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അത് ഒരു മറ്റൊരു ഫീച്ചറായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലോട്ടൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിലെ ട്രങ്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 40 ലിറ്ററിന്റെ ട്രങ്കാണ് വരുന്നത്. 35 ലിറ്റേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് മേളിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരുമായിരിക്കും. എന്തായാലും ഒരു സേഫ് പാർട്ടായിട്ട് 30-35 ലിറ്റേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറങ്ങുന്ന സമയത്ത് നമ്മളൊന്നും കുറച്ച് ശ്രദ്ധിക്കുക, ജസ്റ്റ് ചാടിയൊക്കെ ഇടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അത് ചെറിയ രീതിയിൽ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് യാതൊരു ഇഷ്യൂസും വരത്തില്ല. അതേ വൈബുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വണ്ടി നോക്കും. വണ്ടി ട്രങ്കിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് പവർ സ്വിച്ചസ് നമുക്ക് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇതിന്റെ ട്രങ്ക് ഓപ്പണിംഗ് കൂടി ഒന്ന് നോക്കണം. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. മെമ്മറി ഫംഗ്ഷൻ അടക്കമാണ് നമുക്കിവിടെ വരുന്നത്. സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ തന്നെ ഡെഡിക്കേറ്റഡ് സ്വിച്ചസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെയിം സ്റ്റാർ റോക്സിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെയാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. ഈ ഒരു നോബ് വരും. ഇവിടെ 2 തവണ പ്രസ് ചെയ്താൽ മാത്രമേ ട്രങ്ക് ഓപ്പൺ ആവാം. അത് ഓപ്പൺ ആവുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേയിലെല്ലാം കാണിക്കും. അപ്പോൾ ട്രങ്ക് ഓപ്പൺ ചെയ്ത് നേരെ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊക്കാനായിട്ട് പറ്റും. കൈ ഇവിടെ തട്ടാനുള്ള ചാൻസുകളുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഒരു 35 ലിറ്ററിന്റെ 35 ലിറ്റേഴ്സ് മാക്സിമം കപ്പാസിറ്റി കൊള്ളുന്ന ഒരു ട്രങ്ക് നമുക്ക് വരുന്നുണ്ട്. 45 ആണ്, പക്ഷെ 35 ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഫുള്ളി കവേർഡ് ആണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് വൈപ്പർ ഫ്യൂൾ ഒഴിക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഒന്നും പറയാനില്ല. പക്ഷെ നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി അകത്ത് ഇന്ത്യയിൽ എക്സ്റ്റീരിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വണ്ടികൾ എന്ന് പറയുന്നത്. എനിക്കത് വണ്ടികൾ ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഏകദേശം നൈറ്റായി വരെയാണ്. നൈറ്റ് ആയിരുന്ന സമയത്ത് ലുക്ക് എന്ന് പറഞ്ഞാൽ തീരെ യുക്തമാണ് ഈ വണ്ടിയിൽ വരുന്നത് പറയുന്നത്. അവർക്ക് കളർ ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച്. ഈ ലൈറ്റ്സിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പ്രത്യേകത. ടെസ്റ്റിലേ കണ്ടിട്ടില്ലേ, ടെസ്റ്റിലെ ആ ഗ്രീൻ ഫീച്ചേഴ്സ് അടക്കം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ലൈറ്റ്സിൽ ഒരുപാട് മൾട്ടി ഫംഗ്ഷൻസ് നമുക്ക് ഈ ഒരു ലൈറ്റ്സിൽ വരുന്നുണ്ട്. അതുകൂടി പറ്റുമെന്ന് ഞാൻ കാണിച്ചത്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രിക് വാഹനമാണ്. വണ്ടിയുടെ ചാർജ് നമ്മൾ കണ്ടു. പക്ഷെ ഇനി ചാർജിങ് പോർട്ട് എവിടെ വരുന്നത് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഫുള്ളി ബ്ലാക്ക് ആണ്. ഇവിടെ വരുന്ന വെച്ചാൽ നമുക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ ഇതിന്റെ ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു നോബ്, ഈ ഒരു പീസ് പുറത്തോട്ട് വരും. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ ചാർജിങ് സമയത്ത് എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. DC-യും AC-യും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നൈസായിട്ട് അവര് ക്ലിയർ ആയിട്ട് നല്ല രസമായിട്ട് അവരൊന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ചാർജ് ബോർഡ് എന്ന് പറയുന്നത്. നേരം പറഞ്ഞ വണ്ടിയുടെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് മാത്രമാണെങ്കിൽ ഇനി നമ്മൾ കുറച്ച് അനുഭവിക്കാൻ പോകണം കുറച്ച് നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ വണ്ടിക്കും പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. ഈ വണ്ടിക്ക് അതുപോലെ തന്നെ ഉണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് 90 ഡിഗ്രി നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുന്നൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി കയറി കഴിയുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഡോർ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ പിടിച്ച് എത്തി വേണം. എന്തിനാണ് ഈ സൈഡ് കൊടുത്തതെന്ന് മനസ്സിലായോ? എത്തി വരഞ്ഞ് അടയ്ക്കാൻ വേണ്ടിയാണ് മഹേന്ദ്ര B6 ഈ ഒരു പോർഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പൊ ഇരിക്കുന്നത് B6-യുടെ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. വണ്ടി എങ്ങനെ ഓൺ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കണക്ക് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഓൺ ആക്കുന്നതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് സ്വിച്ചസ് വരുന്നുണ്ട്. ഈ സ്വിച്ചസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വണ്ടി ഓണായി വരികയാണ് ചെയ്യുന്നത്. ഓണായതിനു ശേഷം നിലവിൽ പാർക്കിലാണ് വണ്ടി കിടക്കുന്നത്. പാർക്കിൽ കിടക്കുന്ന വണ്ടി ജസ്റ്റ് ഒന്ന് ടോഗിൾ ചെയ്യുക. ടോഗിൾ ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ വീഴും. ന്യൂട്രലിൽ നിന്ന് നേരെ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ആണ് വീഴുന്നത്. ഡ്രൈവ് വീഴുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേസ് വരുന്നത്. സീറ്റ് ബെൽറ്റ്സ് ഇടാത്തതുകൊണ്ടാണ് രണ്ട് സൈഡിലും ആ ഒരു റെഡ് ലൈൻ വന്ന് കിടന്നത്. പിന്നെ സെലക്ട് ചെയ്യുന്നത് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യുന്നത്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടുത്തെ സ്വിച്ച് യൂസ് ചെയ്ത് ഈ ഒരു ഡെഡിക്കേറ്റഡ് കീ സ്വിച്ച് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ടോഗിൾ യൂസ് ചെയ്ത്
ജസ്റ്റ് നമുക്ക് റേഞ്ച് എവരിഡേ റൈസ് എന്ന രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ റേഞ്ച് എടുക്കുക, ഡബിൾ ടാപ്പ് ഒരു ടാപ്പ് ചെയ്താൽ മാത്രമാണ് ഇത് റേഞ്ചിലോട്ട് മാറുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഡ്രൈവ് വരുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെ വണ്ടിയുടെ ഫീൽ ഉണ്ടോ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തതിനു ശേഷം ഇപ്പോൾ പാർക്ക് മാറിക്കിടക്കുകയാണ്. നമ്മുടെ മിറേഴ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വണ്ടി നടക്കുക. ഈ സൈഡിലൂടെ നമുക്ക് ഏതെങ്കിലും വണ്ടി പാസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിററിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് 360 ക്യാമറ ഓൺ ആവും. ഓണായ ശേഷം ജസ്റ്റ് നമ്മളൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങുക. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇരുട്ടത്ത് വണ്ടി ഓട്ടിക്കുക എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്ത സമയത്ത് അത്യാവശ്യം ഞാൻ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്താണ് ഇങ്ങനെ വണ്ടി വന്നത്. ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. കാല് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ വണ്ടി കൊണ്ടങ്ങ് പോവുകയാണ്. നല്ല രീതിക്ക് ഫീഡ്ബാക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് മോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ ബൂസ്റ്റ് മോഡിനെ കുറിച്ച് നമുക്ക് ഒരു പെട്ടെന്ന് സഡൻ ആയിട്ട് വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ വേറെ മോഡൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് ബൂസ്റ്റ് മോഡിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ചൊരു 10 സെക്കൻഡത്തേക്ക് വണ്ടിയുടെ ഫുൾ ഫ്ലെക്സ് ആയിട്ട് വണ്ടിയുടെ പവർ ഫുൾ എടുത്ത് നമുക്ക് ആ വണ്ടി ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിനൊരു കാര്യം അവർ നോട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. റേഞ്ച് മോഡ് അല്ലാന്നുണ്ടെങ്കിൽ എവരിഡേയിലല്ല റേഞ്ച് മോഡിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ബൂസ്റ്റ് മോഡിന്റെ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് കവർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നുണ്ട് ഈ വണ്ടിയിൽ. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ മോഡിനും ഓരോ രീതിയിലുള്ള പവർ വേരിയേഷൻസ് വരാറുണ്ട്. എവരിഡേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് വരും. റേഞ്ചിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് നമുക്കിവിടെ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്സ് മോഡിൽ നമുക്ക് വണ്ടിയുടെ ഫുൾ പവർ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്ത് വണ്ടി ഓട്ടിക്കാം. പക്ഷേ സ്പോർട്സ് മോഡിൽ ഇടുന്ന സമയത്തുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് നല്ല രീതിക്ക് കുറയും. അപ്പോൾ ഏറ്റവും ബെറ്റർ എവരിഡേ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റേഞ്ച് മോഡിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ചും കംഫർട്ടിൽ അത് കുറവ് പറ്റില്ല. പക്ഷെ റേഞ്ചിലുള്ള വേരിയേഷൻ മാത്രമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് BE6ന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഏത് വീഡിയോ വേണം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ അടുത്തൊരു വെർഷനും കൂടി വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇതിന്റെ തന്നെ ഒരു 4x4 ഇറങ്ങാനുള്ള ചാൻസസ് വളരെ അധികം ഉണ്ട്. എന്തായാലും ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തതാകാം. ഓൾ കേരള ഡെലിവറി അടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ മറ്റ് ഷോറൂമുകളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കാർസ് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, മഹേന്ദ്രയുടെ ഏത് വണ്ടി ആയിക്കോട്ടെ നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്താകാം. മറ്റ് എവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമർ ഫീഡ്ബാക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടീംസ് ആണ് ഇവർ പറയുന്നത്. ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്താൽ ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ, ബൈ ബൈ.